ബാർ കോഴ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തെക്കുറിച്ച് മന്ത്രിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയില്ല. ബാർ ഉടമകളുടെ സംഘടനയ്ക്കകത്തുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത്. അത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതേക്കുറിച്ച് ഒരു ചർച്ച നടക്കുമായിരുന്നില്ല. ഇത് എക്സൈസ് മന്ത്രി നേരിട്ട് ഒരു അപേക്ഷ പോലീസിന് നൽകിയത് തന്നെ ഈ ബാർ കോഴ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ബാർ ഉടമകളുടെ അസോസിയേഷൻ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകുമെന്ന് ആരും വിചാരിക്കുന്നില്ല. ബാർ നയത്തിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതും ബാറുകളുടെ സമയം 12 മണി വരെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവും മുഖ്യമന്ത്രിയുടെ സമ്മതവും ഇല്ലാതെ ഇത്തരം ഒരു തീരുമാനം ബാർ ഉടമകളുടെ അസോസിയേഷന് നൽകാനിടയില്ല. അതിൻ്റെ ന്യായാന്യായതകളൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. പക്ഷെ ഇതേക്കുറിച്ച് UDF ഇന്ന് കൂടിയ യോഗം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. മന്ത്രിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണമാവില്ല. പോരെങ്കിൽ 2 മന്ത്രിമാര് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുകയാണ്. KM മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം കൊണ്ടുവന്നപ്പോൾ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് പാർട്ടിയുടെ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്, ചാനലുകളുടെ കയ്യിലുണ്ട്, പത്രങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഒന്ന് ഒരു പൊടി തട്ടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാം. 1 കോടി രൂപ KM മാണിക്ക് കൊടുത്തു എന്നാണ് അന്ന്. അതും ഇതുപോലെ വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്. കാലം വന്ന് കണക്ക് ചോദിക്കും പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. കാരണം അസോസിയേഷനകത്തുള്ള തർക്കം കൊണ്ടാണ് അതിനെതിരായ ആരോപണവുമായിട്ട് അസോസിയേഷനിലെ ഒരു നേതാവും രംഗത്ത് വരുന്നത്. 1 കോടി രൂപ KM മാണിക്ക് കോഴ കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടി അന്നത്തെ പ്രതിപക്ഷം നടത്തിയ പ്രക്ഷോഭങ്ങളും അവർ പറഞ്ഞ അഭിപ്രായങ്ങളും ഇന്ന് ഇതിന് ബാധകമാണ്. അതിൻ്റെ 10 ഇരട്ടി. അതാണ് ഇവരുടെ കണക്കനുസരിച്ച് 20 25 കോടി രൂപ പിരിക്കാനാണ് ഓരോ ബാറും ഉടമയും 2.5 ലക്ഷം രൂപ നൽകണം എന്ന് ഈ സന്ദേശം കൊടുത്തിട്ടുള്ളത്. എന്തിൻ്റെ പേരിലായാലും ഇപ്പം അതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ വരുന്നു. ആ ന്യായീകരണങ്ങളൊക്കെ വാസ്തവത്തിൽ അന്വേഷിച്ച് ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 6-7 വർഷക്കാലത്തിനിടയ്ക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 കൊല്ലമായി 130 ബാറുകൾക്ക് പുതുതായി ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. KM മാണിയുടെ കാലത്ത് പറഞ്ഞിരുന്ന 5 നക്ഷത്ര ഹോട്ടലുകളിൽ ബാറുകൾ അനുവദിക്കാനാണ് 5 കോടി രൂപ അഴിമതി നടത്തിയതെന്നാണ് അന്നത്തെ പ്രതിപക്ഷം ആരോപിച്ചത്. ഇതിപ്പോ എക്സൈസ് നയത്തിൽ മാറ്റം വരുത്താൻ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ നൽകണം എന്ന അസോസിയേഷന്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു നേതാവിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു.